മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. രാവിലെ 3:30 മണി 4 മണിയായാൽ കേരളത്തിലെ ഈ അറ്റം മുതൽ അറ്റം വരെ ആയിരക്കണക്കിന് പശുക്കളെ, എരുമകളെ, ആടുകളെ അതിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന ആ യാത്ര നിങ്ങൾക്ക് കാണാം. ജനറലി പണ്ട് 4 മണിക്ക് ശേഷമാണ് രാവിലെ ഇത് ചെയ്യാറുള്ളത്. ഇപ്പോ പശുവിനെ അറക്കുന്നത്, അത് പെടയുന്നത്, അതിൻ്റെ തൊലി ഉരിക്കുന്നത് നേരിട്ട് കണ്ട് നിന്നാലും ഒരുവിധ വികാരവുമില്ലാതെ ഫ്രഷ് ഇറച്ചിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉള്ള സ്ഥിതിക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 3:30, 4, 5 അത് തന്നെ ആവണമെന്നില്ല. പശുവിനെയും എരുമയെയും പോത്തിനെയും കാളയെയും ആടിനെയും അറക്കുന്ന സമയം അത് ഉച്ചയ്ക്ക് 11 മണി വരെ ഇറച്ചി വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം അനുസരിച്ചും, ഞായറാഴ്ചയാണോ, ഈസ്റ്റർ ആണോ, ക്രിസ്തുമസ് ആണോ, റംസാൻ ആണോ, ബക്രീദ് ആണോ, ഈദുൽ ഫിത്തർ ആണോ, അല്ലെങ്കിൽ ദീപാവലിയാണോ, ഓണമാണോ, ഇങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം കൂടി ആശ്രയിച്ചിരിക്കുന്നു ഉച്ചയ്ക്ക് എത്ര മണി വരെ ഈ ആടുകളെ അല്ലെങ്കിൽ പശുക്കളെ, കാളകളെ, പോത്തുകളെ, പന്നികളെ അറക്കലുണ്ട് എന്നുള്ള സമയം തീരുമാനിക്കുന്നത്. ഇവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പും മൃഗങ്ങളോട് അനുകമ്പയുള്ള കുറേ വ്യക്തികളും അനിമൽ പ്രൊട്ടക്ഷൻ സംഘടനകൾക്കും ഒന്നിലും ഈ മൃഗങ്ങളെ പച്ചയ്ക്ക് കഴുത്തറുത്ത് ബോധം കെടുത്തുക പോലും ചെയ്യാതെ പച്ചയ്ക്ക് കഴുത്തറുത്ത് കൊല്ലുന്നതിൽ ഒരു ദുഃഖമില്ല. അങ്കമാലി, ആലുവ, ചാലക്കുടി സൈഡിലൊക്കെ പന്നിയെ തലകീഴായിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് അതിൻ്റെ മലദ്വാരത്തിൽ കൂടെ കമ്പിയടിച്ച് കയറ്റിയിട്ടാണ് കൊല്ലുന്നത്. അങ്ങനെ മലദ്വാരത്തിൽ കൂടെ കമ്പിയടിച്ച് കയറ്റുമ്പോൾ ആ കുടലിലുള്ള എല്ലാ പന്നിയുടെ മലവും അടിച്ച് തെറിച്ചു പോകും അത്രേ. അപ്പൊ ആ കുടല് ക്ലീൻ ചെയ്തിട്ട് പോട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതിനാണ് ഈ മലദ്വാരത്തിൽ കൂടെ കമ്പി അടിച്ച് കയറ്റുന്നത്. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇതേപോലെ ഏഷ്യാനെറ്റിൽ ഒരിക്കൽ കണ്ടിരുന്നു, ഈ പോത്തിനെ ഇങ്ങനെ കെട്ടി 4 കാല് 4 വശത്തേക്ക് കെട്ടി കിടത്തി ഇങ്ങോട്ടൊരു കത്തി കൊണ്ട് അറക്കുക. ആ ചോര ഇങ്ങനെ ഒഴുകുന്ന സീൻ, അതിങ്ങനെ പെടയാൻ പോലും പറ്റില്ല. കാരണം 4 കാലം കെട്ടിയിട്ടിരിക്കുക, പെടയാൻ പോലും പറ്റാത്ത സീൻ. അവിടെ ഒന്നും ഈ മൃഗസംരക്ഷണ വകുപ്പിനോ മൃഗങ്ങളോട് അനുകമ്പ കാണിക്കുന്ന വകുപ്പിനോ ഒരു വിഷമവും ഇല്ല. അവരുടെ സംഭവമേ അല്ല ഇത്. പിന്നെ തിന്നാൻ വേണ്ടി ആയതുകൊണ്ട് എത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും കൊല്ലാമെന്നാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഈ കേരളം മുഴുവനും തലയ്ക്ക് തനി ഭ്രാന്ത് പിടിച്ച ഒരു കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി എന്നൊരു സാധനം ഒരു സ്ത്രീയാണെന്നോ സമകാലീന ബോധമുണ്ടെന്നോ പോലും പറയാൻ പറ്റാതെ ഒരു മന്ത്രി എങ്ങനെയാണോ അതിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ആ സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഈ കേരളത്തിൽ ഒരു ദിവസം 500 ആക്സിഡന്റ് ഈ പട്ടികളിലൂടെ ഉണ്ടായിട്ട്, പേപിടിച്ച പട്ടികളും അല്ലാത്ത പട്ടികളും മനുഷ്യനെ ആക്രമിക്കുന്നതിൻ്റെ കഥ, ചരിത്രം അനുനിമിഷം വന്നുകൊണ്ട് ഇരിക്കുമ്പോൾ ആ പട്ടികളെ മാത്രം കൊല്ലുമ്പോഴാണ് മൃഗസംരക്ഷണ വകുപ്പിനും മൃഗങ്ങളോട് അനുകമ്പയുള്ളവർക്കും അവർക്കൊക്കെ വേദന ഉണ്ടാവുന്നത്. അവനവന്റെ വീട്ടിൽ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ അച്ഛനോ മകൾക്കോ ആണ് ഈ പട്ടിയുടെ കടി ഏറ്റതെങ്കിൽ ഈ അനുകമ്പയെല്ലാം പോകും. പണ്ട് മഹാത്മാഗാന്ധി അഹിംസ പാലിക്കണമെന്ന് പറഞ്ഞ് ആരോ ഒരാൾ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ മകനുമാണ് ഇതുമാതിരിയുള്ളത്, മുസ്ലിങ്ങളിൽ നിന്ന് സംഭവിച്ചതെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ അപ്പം ഉത്തരം പറയാന്നാ പറഞ്ഞത്. അതേപോലെയാണ് ഇവിടെ ഈ പട്ടികളെ സംരക്ഷിക്കുന്നതിന് ബൈക്കിടിച്ച്, കാറിടിച്ച്, വണ്ടി തെറിച്ചു പോയിട്ട് എത്ര എണ്ണങ്ങളാണ് മരിക്കുന്നത്. എന്നിട്ടും ഇതിനെ കൊല്ലാമെന്ന്, പ്രശ്നമുണ്ടാക്കുന്ന നായ്ക്കളെ കൊല്ലാമെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും നല്ല രീതിയിൽ വിധി പ്രഖ്യാപിച്ചിട്ടും പ്രശ്നമുണ്ടാക്കുന്ന നായാണോ ഇല്ലയോ എന്ന് ആ നായയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലോക്കൽ MLA-യുടെയും CPM കമ്മിറ്റി മെമ്പറിന്റെയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം ഈ പട്ടി പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്ന്
അത്രയും നിലവാരത്തിലേക്ക് കേരള ജനതയും കേരളത്തിലെ ഭരണാധികാരികളും കോടതിയും കേന്ദ്രത്തിലെ ഒരു മന്ത്രിയും താഴ്ന്ന് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടും അത് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടും ഈ പട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ അത് ആരുടെയൊക്കെയോ തലയിലിട്ടിട്ട് കേരളം മുഴുവനും റോട്ടിലൂടെ നടക്കാൻ പറ്റാത്ത ലെവലിലേക്ക് പട്ടികളായിട്ടും ഒരു ഫീലിംഗും ഇല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന പട്ടികളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ അതിന്റെ കോൺടാക്ട് സർട്ടിഫിക്കറ്റും ഇന്റർവ്യൂ നടത്തിയിട്ട് വേണം ഇവിടുത്തെ കോടതിക്കായാലും ഇവിടുത്തെ ഭരണാധികാരികൾക്കായാലും എന്തെങ്കിലും ചെയ്യാൻ. മറ്റുള്ളതിനെ കൊല്ലുന്നതിൽ ഒരു വിഷമവും ഇല്ല. പന്നിയെയും പശുവിനെയും ആടിനെയും കാളയെയും കൊല്ലുന്നതിൽ അതിനെ നീചവും നിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിൽ വേദന സഹിപ്പിച്ചു കൊല്ലുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഇവിടുത്തെ മതേതരവാദികളും ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ RSSകാരും ഇവിടുത്തെ BJPക്കാർക്കും ഒരു പ്രശ്നവും ഇല്ല അതിനെ അങ്ങനെ കൊല്ലുന്നതിൽ. ഈ പശുവിനെയും ബാക്കിയുള്ളതിനെയും സംരക്ഷിക്കണമെന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഓർമ്മിക്കുക, അതിനെ കൊല്ലുമ്പോൾ വേദനിക്കാതെ കൊല്ലണം എന്നുള്ള ഈ ലോകമെമ്പാടും ശാസ്ത്രം ഇത്രയും വളർന്നപ്പോൾ ബ്രഹ്മോസ് മിസൈലും സൂപ്പർസോണിക് ആയിട്ടുള്ള മുങ്ങിക്കപ്പലുകളും ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഈ മൃഗങ്ങളെ വേദനിപ്പിക്കാതെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് ലോകത്തിലെ എല്ലാ രാജ്യത്തിലും ഉള്ളത് ഭാരതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അത്ര ക്രൂരമായിട്ടാണ് കൊല്ലുന്നതെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ ഇറച്ചി സ്വാദോടുകൂടി ഉപ്പും മുളകും ഇട്ട എണ്ണയിൽ വറുത്ത് തിന്നുന്നവര് അതിൻ്റെ വേദന അറിയാതെ ഇവിടെ മനുഷ്യൻ ഇത്രയും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ആ പട്ടിയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ശരിക്ക് വിവേകാനന്ദൻ ഇപ്പൊ വന്നിരുന്നെങ്കിൽ കേരളം ഭ്രാന്താലയം ആണെന്നൊരു 10 പ്രാവശ്യം പറഞ്ഞിട്ടേ ഇവിടുത്തെ പോകുള്ളൂ. കേരളത്തിലെ ഭരണാധികാരികള് തനി ഭ്രാന്തന്മാരാണെന്ന് കൂടി അവർ ചേർക്കും. മാത്രമല്ല, ആദ്യം മെന്റൽ ഹോസ്പിറ്റൽ തുടങ്ങേണ്ടത് ഇവിടെ റോഡ് നന്നാക്കുന്നതിനേക്കാളും വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിനേക്കാളും റെയിൽവേ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാളും അഥവാ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നതിനേക്കാളും വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാളും ജന്മാഷ്ടമി CPM-കാർ ആഘോഷിക്കുന്നതിനേക്കാളും ചട്ടമ്പി സ്വാമികളുടെ ജീവകാരുണ്യ ദിനം ആചരിക്കുന്നതിനേക്കാളും എനിക്ക് ജാതിയില്ല എന്ന് നാരായണ ഗുരുദേവൻ പ്രഖ്യാപിച്ചതിനെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിനേക്കാളും ആദ്യം വേണ്ടത് ഓരോ പഞ്ചായത്തിലും ഈ ജഡ്ജിമാരെയും ഭരണാധികാരികളെയും ട്രീറ്റ് ചെയ്യാനുള്ള മാനസിക രോഗാശുപത്രിയാണ് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാരെയും ഈ ഇവരുടെ മൃഗത്തോട് അനുകമ്പ കാണിക്കുന്ന വ്യക്തികളെയും ഈ ഒരു കാര്യത്തിൽ അനുകമ്പ കാണിച്ചുകൊണ്ട് പത്രപ്രസ്താവന നടത്തി കോടതിയിലേക്ക് കേസ് കൊടുക്കാൻ പോകുന്നവരെയും ട്രീറ്റ് ചെയ്യാനുള്ള മെന്റൽ ഹോസ്പിറ്റലുകളാണ് ഓരോ പഞ്ചായത്തിലും താലൂക്കിലും വേണ്ടത് എന്നുള്ള തീരുമാനമാണ് എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പ്രണാമം, നമസ്കാരം.